ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലും എന്നൊരു ഐഡിയ ഉണ്ട്. അത് സ്വന്തമായിട്ട് തയ്ച്ചു കൊടുക്കും. അത് എന്താവുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് നാളെ നമുക്ക് ആ വീഡിയോ ആയിട്ട് കാണാം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മീഷോയിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുറകെ ഇരിക്കുന്ന ഡ്രമ്മാണ്. വെള്ളത്തിന് ഇവിടെ ക്ഷാമമാണ്. നമ്മൾ ഡ്രമ്മൊക്കെ കെട്ടി വീട്ടിനകത്ത് വെച്ചേക്കാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോയിൽ നിന്നൊരു 3 months മുമ്പ് ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ചെടികളൊക്കെ ആയിട്ട് കുറച്ച് ഭ്രാന്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വിത്തൊക്കെ വാങ്ങിച്ചിട്ട് ഭാവിയാൽ അത് എങ്ങനെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് എന്നാൽ ജൈവ പച്ചക്കറി കിട്ടുന്നത് നല്ലതാണോ. പക്ഷേ എന്താണ് നമ്മൾ വാങ്ങുന്ന ഒട്ടുമിക്ക വിത്തുകളും മുളയ്ക്കാറില്ല. പലയിടത്തും പറ്റിക്കലാണ് പരിപാടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മീഷോയിൽ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഫൈല് നോക്കിയെടുത്തിട്ട് വാങ്ങിച്ചതാണ് ഈ സംഭവം. ഏകദേശം ഒരു 50+ വിത്തുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിവേ ഇതിൻ്റെ പ്രൈസ് 599 ആണ് കൊടുത്തേക്കണം. പക്ഷേ ഇത്രയും പൈസ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 108 അത്ര കണ്ടാണ് റേറ്റ്. വിത്ത് ഷിപ്പിംഗ് ചാർജ് എനിക്ക് വന്നിട്ടുള്ളൂ. ഇതിൽ ഇഷ്ടം പോലെ വിത്തുകൾ ഉണ്ടായിരുന്നു. ഇതിൽ കുറേ അധികം വിത്തുകൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മായിക്കും ഒക്കെ ആയിട്ട് കൊടുത്തു വിട്ടു കേട്ടോ. 50 വിത്തുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ ഞാൻ പാവിയിട്ടുള്ള വിത്തുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോന്ന് കേട്ടില്ല. ഇതാണ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കമൻസ് കിട്ടാറുണ്ട്. ഇങ്ങനെ ഷീസ് മൈ മദർ ഇൻ ലോ അങ്ങനെയും വേണമെങ്കിൽ പറയാം, അമ്മാന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈക്വല്. അപ്പോൾ എനിവേ ഇതിൽ കുറേ അധികം വിത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ മുളപ്പിച്ചിട്ട് ഏകദേശം എല്ലാ വിത്തുകളും മുളച്ചു എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ബ്രോക്കോളി മാത്രം കിട്ടിയില്ല. അതാണ് എൻ്റെ വിഷമം. അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഭവം ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇഷ്ടം പോലെ ക്യാബേജ്, അതാണ് ഹൈലൈറ്റ്. ഇഷ്ടം പോലെ ക്യാബേജ് ഉണ്ടായി. അതേപോലെ തന്നെ ബ്രിഞ്ചൽ എത്ര വെറൈറ്റി ആണെന്നറിയോ. ഏകദേശം ഒരു 4 വെറൈറ്റിയിലുള്ള ബ്രിഞ്ചൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല വലിയ ശരിയായിട്ടാണ് കേട്ടോ. അത് ഭയങ്കര എനിക്ക് സന്തോഷം തന്നൊരു സംഭവമാണ്. അതേപോലെ തന്നെ വെണ്ട, ഞാൻ നട്ട വെണ്ടയ്ക്ക ഉണ്ടായിട്ട് ഇന്ന് രാവിലെ അമ്മ കുറച്ച് തിന്നതേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം ഇപ്പം സെറ്റായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുളക്, കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയാട്ടോ. ഇതൊന്നും നമുക്ക് അത്യാവശ്യമില്ലാത്ത സാധനമാണ്. എന്തോന്നിത് ക്രോണൽ ഞാനിത് ബോർഡ് ചെയ്യാൻ കാണിക്കാതെ. റെഡ് ഒനിയൻ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് പിടിച്ചിട്ടില്ലോ. ഞാൻ ഏകദേശം ഒരു 3 വിത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷെ ആ സംഭവം എനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നട്ടതിൽ അത്യാവശ്യം സാധനങ്ങൾ എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ നട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള വിത്തുകളാണ് ഈ കാണുന്ന മൊത്തം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ സംഭവങ്ങൾ ബാസിലി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്ക് ചീര ഒരു വട്ടം ഞങ്ങൾ എടുത്ത് തോരനും വെച്ച്. പിന്നെ അതല്ലാണ്ട് ചീര നമുക്ക് പച്ച, അതല്ലാണ്ട് വൈറ്റിലല്ല റെഡ്, ഈ സംഭവം പാലക്കും പിന്നെ റെഡും ഗ്രീനും ചീര, ഈ 3 എണ്ണവും നമുക്ക് ഒരു വട്ടം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഇപ്പോൾ ഉണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയാവുന്നത് ബ്രിഞ്ചൽ. അതാണ് കാണുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. അതായത് കായ്ച്ചിട്ടില്ല. ഇപ്പം ഒരെണ്ണത്തിൽ കായ് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് ആവുന്നതേ ഉള്ളൂ. പക്ഷേ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ എന്തായിരുന്നു, പിന്നെ ബീട്രൂട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ബീട്രൂട്ടൊക്കെ നട്ട് വളർത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഞാൻ കുപ്പിക്കകത്ത് നട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഞാനിങ്ങനെ ക്യാരറ്റിൻ്റെ കാര്യം നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. മീൻസ് കുപ്പിക്കകത്ത് നടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് നല്ല ഷീപ്പായിട്ട് കിട്ടുന്നു. പക്ഷെ അത് കിട്ടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ. ഇതിൽ ലിസ്റ്റ് പുറകെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണൂല. അപ്പം ഞാൻ ഏതായാലും ബാക്കിൽ അല്ലെങ്കിൽ ഈ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം ഇതെന്തൊക്കെയാണ് ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തേക്കാം. പ്രൊഫൈലോ ലിങ്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി ഇങ്ങനെ ചെക്ക് ചെയ്ത് വാങ്ങുക. നല്ല സാധനമാണ്. പിന്നെ നട്ടതെല്ലാം പിടിച്ചിട്ടുണ്ട്. അതാണ് ഒരു സംഭവം കാണിച്ചത്. ചീസ് കുക്കിംഗ്. മമ്മി
മമ്മി ലുക്ക് ഹായ് കാണിക്കി. ഓക്കെ, ദിസ് ഈസ് ദ സംഭവം. ഓക്കെ, വേർത്തൊലിക്കാണ്. ഇപ്പം 9:30 സമയം. ഈ സമയത്താണ് ഇങ്ങനെ വേർത്തൊലിക്കുക. അപ്പം ആലോചിച്ച് കുടുംബത്തിൽ രാത്രി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വട്ടമെങ്കിലും കുളിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നു തുടങ്ങും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനിവേ, നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. ഞാൻ നട്ടിട്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ ഇതാ പംകിൻസ് അങ്ങനത്തെ, അതായത് വള്ളിയായിട്ട് പോകുന്ന സാധനങ്ങളാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വള്ളി സാധനങ്ങൾ നടാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കാം. നമുക്ക് ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ചെറുതായിട്ട് ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നട്ടാൽ വളർന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ നട്ടിട്ടുള്ളൂ. എനിവേ, ഇതാണ് ചീരയുടെ വിത്ത്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ദ വൺ. ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അത് ഓരോ ഇതാട്ടോ, പച്ചയുണ്ട്, ചുമലയുണ്ട്. പിന്നെ ഇത് വൈറ്റ് ഓനിയൻ ആണ്. നമുക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇട്ടേക്കാം. വൈറ്റ് ഓനിയൻ, പിന്നെ റെഡ് ഓനിയൻ ഉണ്ട്. ഞാൻ ഈ 2 സാധനങ്ങളും ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് എല്ലാം പിടിച്ച് കിട്ടി. പക്ഷേ ചൂട് കാരണം കുറച്ച് സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഓനിയൻസ് മാത്രം കേട്ടോ. റാഡിഷിൽ നമുക്ക് റെഡ് വരുന്നുണ്ട്. അമ്മ ഇന്ന് രാവിലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ റാഡിഷൊക്കെ എന്തിനു കൊള്ളാം, സാലഡ് കൊണ്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ സാധാരണ നമ്മൾ എന്താണ് പറയുക, ഈ ക്യാബേജ് ഒക്കെ തോരാൻ വെക്കില്ലേ, അതുപോലെ വെച്ച് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കഴിക്കാം. നല്ല സാധനമാണ്. ആൻഡ് റാഡിഷിൻ്റെ തന്നെ വൈറ്റ് ലോങ് ഉണ്ട്. എനിക്കിതൊക്കെ നട്ട് വെക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷെ സ്ഥലമില്ല, അതാണ് സംഭവം. ചട്ടി കാണിച്ചിട്ട് വേണം നടാനായിട്ട്. പിന്നെ ബാസ്ലി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. നല്ലതാണ്, അത്യാവശ്യം നല്ല ഫ്ലേവറാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബാസ്ലിയൊക്കെ അത് സ്വന്തമായിട്ട് നട്ടിട്ട് കഴിക്കണത്. പിന്നെ ഇതാണ് പാലക്ക്. ഇത് എൻ്റെ കെട്ടുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. കാരണം ഞങ്ങൾ പാലക്ക് ഒരു കടയിൽ, പച്ചക്കറി കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വിൽക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി. ഞാൻ നോക്കിയപ്പോൾ വീട്ടിൽ പാലക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വീട്ടിൽ പാലക്ക് നട്ടിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറിച്ചത് തോരൻ വെച്ച് കൊടുത്തത്. ആൻഡ് ഇത് സ്പിനച്ച് കേട്ടാണ്. സ്പിനച്ച് ഈ സാധനം നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം റെയറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, അഫോർഡബിൾ ആണ്. പിന്നെ നമുക്ക് എന്താണ്, ഒരു വിത്ത് 30 രൂപ അല്ലെന്നുണ്ടെങ്കിൽ 20 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്നതിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഇത് ഇംഗ്ലീഷ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്യാരറ്റിൽ, അതാണ് മീൻസ് ചെറിയ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ സൈസുള്ള ചെറിയ ക്യാരറ്റ്. പിന്നെയുള്ളത് ഇതിൻ്റെ അകത്ത് പംകിൻ ഉണ്ട്. പക്ഷേ പംകിൻ കാണിക്കാനല്ല ഞാൻ ഇതെടുത്തത്. ഇത് വെണ്ടയ്ക്കയുടെ വിത്താണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ വെണ്ടയ്ക്കയുടെ വിത്ത് കവറില്ലാണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇത് വിത്തിട്ട് മുളപ്പിച്ച് ഇവിടെ ആവശ്യത്തിൽ കൂടുതലായപ്പം ഇവിടെ ഉള്ള ബന്ധുക്കാർക്കും കൊടുത്ത്, അയൽവക്കക്കാർക്കൊക്കെ കൊടുത്ത്, എല്ലാവർക്കും വിതരണമായിട്ട് ഞാൻ ഇവിടെ, കാരണം അത്രത്തോളം ഉണ്ടായി. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു സാധനം നട്ടിട്ട് എല്ലാവർക്കും ഉപകാരമാണ്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും എന്താണ് പറയുക, ഹൈലൈറ്റ് എന്ന് പറയുന്ന സംഭവം. കാരണം ഒരു സാധനവും വേസ്റ്റ് ആയി പോയിട്ടില്ല. ഇവിടെ ഒരുപാടുണ്ടെങ്കിലും അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയുള്ള ഇതൊക്കെ കസിൻസിന് കൊടുത്തു. പിന്നെ ഉള്ളത് തൊട്ടയൽവക്കത്ത് ഉള്ള ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു. മുളകിൻ്റെ വിത്തൊക്കെയാണ് ഇഷ്ടം പോലെ, എന്തോരൊക്കെ കൊടുക്കുന്നത് എനിക്ക് കൂടെ അറിഞ്ഞൂടാ. പിന്നെ ക്യാബേജ്, അത് കണ്ടമാനം ഉണ്ടായി. ഞാൻ വെതറിയ എല്ലാം ഉണ്ടായി. പക്ഷെ അതേസമയം ബ്രോക്കോളി എനിക്ക് ഞാൻ ഇതാക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ തൊണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് പിടിച്ച് കിട്ടില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ. പിന്നെ ബ്രിഞ്ചലിൽ നമുക്ക് ലോങ് പർപ്പിൾ വരുന്നുണ്ട്. ബ്രിഞ്ചൽ പർപ്പിൾ, അതായത് റൗണ്ട് പർപ്പിൾ വരുന്നുണ്ട്. മറ്റേത് ലോങ് ആണ് കേട്ടോ. പിന്നെ ഇത് ബീട്രൂട്ടിൻ്റെ ഒക്കെ വിത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാനിപ്പോൾ വിചാരിച്ചു ഇങ്ങനെയാണോ ഈ ബീട്രൂട്ടിൻ്റെ വിത്ത്, ഇത് ഒക്കെ എന്താണ് വിതച്ച് കഴിഞ്ഞാൽ മുളയ്ക്കോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇട്ട് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സാധനം അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ ഇത് ക്യാപ്സിക്കം, ഇത് ഗ്രീൻ ക്യാപ്സിക്കം. ഇത് ഞാൻ മുളപ്പിച്ചിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. കാരണം എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി നമുക്ക് അറിയണമല്ലോ. എന്താ കായ ഉണ്ടാകുമോ, ഈ സാധനം തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നട്ടത്. പക്ഷേ എല്ലാ സാധനവും അടിപൊളിയായിട്ട് എനിക്ക് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ ഇത് ഗ്രീൻ ബ്രിഞ്ചൽ, മറ്റേ വലിയ വഴുതനങ്ങ പച്ച കളറിൽ, അതാണ് ഇത്. ഏകദേശം ബ്രിഞ്ചൽ തന്നെ ഉണ്ടായിരുന്നത് 4-5 വെറൈറ്റി. വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ഫുള്ള് ഞാൻ ബെറ്റർ മൊത്തത്തിൽ മുളപ്പിച്ചു. എനിക്ക് വൈറ്റ് എനിക്കല്ല, എൻ്റെ കെട്ടുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സോ അവന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ബ്രിഞ്ചലിൻ്റെ തോട്ടമാക്കി കാണിച്ചത്. ഇനി ഇവിടെ നടാൻ സ്ഥലമില്ല.
ഇത് കോളിഫ്ലവർ. ഇത് ഞാൻ നട്ടിട്ടില്ല, ഇത് നടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. ഇത്രയാണ് എനിക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ ഞാൻ നട്ടിട്ടുള്ള സാധനങ്ങൾ. ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇത് സിംഗാറയോ എന്തോ സംഭവമാണ്. ഇതെന്തോ ഞാൻ ഇട്ടേക്കാം. ഇത് ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞ സംഭവം. ഇത് നമ്മുടെ മല്ലിയുടെ വിത്ത്, ദിസ് വൺ. ആൻഡ് ഇതുണ്ട്, ഗ്രീൻ പീസിൻ്റെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുക്കുംബറുണ്ട് കേട്ടോ. കുക്കുംബറിൽ ഞാൻ അതിൻ്റെ തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ സോയ ദാലിൻ്റെ ഉണ്ട്, ടൊർണിപ്പോ അങ്ങനെ എന്തോ പറഞ്ഞ സാധനം. പിന്നെ ഇത് ലെമൺ ബാം. ഈ സാധനം മുളപ്പിക്കണമെന്നുണ്ട്. ഇത് നോക്കാം. ഇത് കുറച്ചുണ്ടായിരുന്നു, പക്ഷെ ഇത് മുളച്ചിട്ടുണ്ടാകുന്നില്ല. എനിവേ ഇതും കൂടി ഒന്ന് മുളപ്പിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഞാൻ ഇടാം. ഇതെങ്ങനെയാണ് സംഭവം, വെറൈറ്റി സാധനമാണ്. പിന്നെ ഇത് എന്തോന്നാണ്, ഇത് ബീൻസ്, നമ്മുടെ ബീൻസിൻ്റെ വിത്തുകളാണ്. പിന്നെ സ്വീറ്റ് കോൺ അല്ല കേട്ടോ, ഇത് സാധാ കോണാണ്. ബോട്ടിൽ ഗ്രൗണ്ട് ലോങ്, നമ്മുടെ മത്തങ്ങയുടെ തന്നെ വലുത് നീളത്തിനുള്ള സാധനം. മത്തങ്ങ അല്ല കേട്ടോ, വലിയ മറ്റേ വേണ്ടി വലിയ എനിക്കറിഞ്ഞില്ല. ഇത് ലോങ് മെലൺ, രണ്ട് മത്തങ്ങയല്ല. പിന്നെ ഇത് ബീൻസ്, ഫ്രഞ്ച് ബീൻസ്, മറ്റേ നീളമുള്ള ബീൻസില്ല ആ സാധനം, വൈറ്റ് ടീ. ഇത് ഫുഡ് കിരി എന്നാണ് പറഞ്ഞത്. ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇതെന്തോ സാധനം എനിക്കറിയില്ല. മുസക് മെലൺ, ബിറ്റർ ഗ്രൗണ്ട്, ബിറ്റർ ഗ്രൗണ്ട് അത് തന്നെ. ഇതെന്തോ സാധനമാണ്, പാവയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ, വിത്ത് കണ്ടിട്ട് പാവയ്ക്ക. ഇത് ബോട്ടിൽ ഗ്രൗണ്ട് ഈ സാധനം തന്നെ, പക്ഷെ ഇത് വെറൈറ്റി ആണെന്ന് തോന്നുന്നു. 2-3 വെറൈറ്റി ഉണ്ട് എനിക്ക് കിട്ടി. ലൊബിയ എന്നാണ് പേര്. നമ്മൾ ബീൻസ് മതി, അത് മതി. പിന്നെ ഇത് എന്തോന്നാണ്, ഇത് ക്യാബേജ് കേട്ടോ. ഇത് മുളപ്പിച്ച് വേണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇതിന് മുളപ്പിച്ച് തന്നെ വീട്ടിൽ പിടിക്കും ക്യാബേജ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ 108 രൂപയ്ക്ക് വെറുത്താണ്. കാരണം എത്രയോ പൈസ നമ്മൾ വെറുതെ കൊണ്ട് കളയണം. നമുക്ക് പച്ചക്കറി എന്താണ്, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് വാങ്ങിച്ച് നടണം. ഒരുപാട് സ്ഥലത്ത് ഞാൻ വിത്ത് വാങ്ങിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ എനിക്ക് പിടിച്ച് കിട്ടിയിട്ടില്ല. കാരണം പിടിച്ച് കിട്ടിയിട്ടില്ല എന്നല്ല, ഉണ്ടാവും ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം തരുന്ന സാധനം മൊത്തം കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഇത് പിടിക്കുമോ ഇല്ലയോ എന്നറിയാണ്ടാണ് ഈ സംഭവം ഞാൻ എടുത്തത്. പക്ഷെ സാധനം പുറത്താണ്. അപ്പോൾ പച്ചക്കറി തൈയൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഷോയിൽ തന്നെ ഉണ്ട്. പക്ഷേ മീഷോയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പർച്ചേസ്. കാരണം എനിക്കൊരു പറ്റിയിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ സമയത്ത് അച്ഛൻ എനിക്കൊരു ലെഹങ്ക എടുത്തത് മീഷോയിൽ നിന്ന്. ഒരെണ്ണം വന്നു, ഒരെണ്ണം നല്ലതായിരുന്നു. അത് ഞാൻ വർക്കൊക്കെ ചെയ്ത് അന്ന് ഞാൻ ഇട്ടു. അത് എനിക്ക് ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് ഓരോ വർക്കുള്ള സാധനം ഇഷ്ടമാണ്. അപ്പോൾ അതാണ് സംഭവം. അത് കഴിഞ്ഞ് 2 കിട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് വേറൊരെണ്ണം കൂടി ഓർഡർ ചെയ്തു. കണ്ടപ്പോൾ നല്ല ഭംഗിയാ തോന്നിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷെ സംഭവം വന്നത് വേസ്റ്റ് കൂടി. വേസ്റ്റ് റിട്ടേൺ വയ്ക്കാൻ പറ്റില്ല. 1400 സംതിങ് എമൗണ്ടും പോയി, ടാസ്ക്കായി. പിന്നെ മീഷോയിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന റിവ്യൂസ് നോക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാവൂ. റിവ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോട്ടോസ് അവർ ഇടുള്ളൂ. അത് നോക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാറുള്ളൂ ഇപ്പോൾ. കാരണം വെറുതെ പൈസ ഇല്ല. അപ്പോൾ നമുക്ക് മുളച്ച സാധനങ്ങളൊന്നും പോയി കണ്ടിട്ട് വന്നാലും. ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാവാനായിട്ട് ഇതാ പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. ഉണ്ടായാൽ മതിയായിരുന്നു. കണ്ടില്ലേ? ഓ, വെയിൽ വന്നപ്പോൾ എന്താ ഇത് കാണാനായിട്ട്. കുറച്ച് മുമ്പ് ഞാൻ കൈയൊക്കെ വെച്ച് കാണിച്ചപ്പോൾ ഒരു പിണ്ണാക്കും കാണത്തില്ലായിരുന്നു. ഓക്കെ, എനിവേ ഇതാണ് ഓൾ സീസൺ എന്ന് പറഞ്ഞ മാങ്ങാട്ടാ. മാങ്ങയല്ല, ചെടി, തൈ എന്ന് വേണമെങ്കിൽ പറയാം, വൃക്ഷം. ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ, ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം കായ്ക്കണം കേട്ടോ. പിന്നെ ഇത് ഞങ്ങളുടെ വേറൊരു മാവാണ്. ഈ സംഭവത്തിൻ്റെ ഒക്കെ ഇടാട്ടോ. ഇത് ഇഷ്ടം പോലെ തൈകളുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഇവിടെ. അകത്ത് 3 സെൻറ്റേ ഉള്ളൂ, അതിൽ 3.5 സെൻറ്റേ ഉള്ളൂ. അതിൽ 3 സെൻറ്റിലും വീടാണ്, 1/2 സെൻറ്റിലാണ് ഈ പരിപാടീസൊക്കെ. എനിവേ ഇതാണ് സംഭവം. ഇതാണ് ബ്രിഞ്ചൽ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് നോക്കി എനിക്കോ 1 2 3 4 5 6 7 8 അവിടെ 9 10 11. ഞാൻ ഇന്നലെ നട്ട് വെച്ചതേ ഉള്ളൂ ഈ സാധനം. അയ്യോ,
ഇതിൻ്റെ കീഴയ്ക്ക് ഞാൻ തന്നെ കൊണ്ട് വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ചൊന്ന് ടാസ്ക്കായി. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇത് ബ്രിഞ്ചിലാണ് കേട്ടോ. പിന്നെ ഇത് ക്യാരറ്റിൻ്റെ, ഇത് ഞാൻ കുപ്പിക്കകത്ത് നട്ട് വെച്ചാൽ ഉണ്ടാവുമെന്നറിയാൻ. ഇതാണ് ക്യാബേജ് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ അതെയാ, ഇത് മുളകാണോ ഇനി ക്യാപ്സിക്കം ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ. ഇതാണ് ഞാൻ പറഞ്ഞ ബീറ്റ്റൂട്ട്. ആളിപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ആൻഡ് ദാ എൻ്റെ കുട്ടി ചുണ്ടരി കണ്ട. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ. കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ നട്ടു വളർത്തിയിട്ട് ഇങ്ങനെ കണ്ടാകുന്ന ചെറിയ മരത്തുള്ളിയാണോ എന്തോ കൊണ്ടുവരാണോ അതിൻ്റെ നെഞ്ചത്തിരിപ്പുണ്ടായിരുന്നു. എനിവേ കൊള്ളാം, അത്യാവശ്യം പറിച്ചെടുത്തിട്ട് അടിയിലൊക്കെ വരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇവനെ കാണുന്നത്. ഇതാ വൈറ്റ് ബ്രിഞ്ചിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഇത് കണ്ടോ, അതിൻ്റെ കീഴക്കൊക്കെ കണ്ടോ. ഇത് എന്താണ്, ചീര, വെറുതെ പാവിയ ചീരയാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണ്ട. പിന്നെ ഇതിവിടെ ക്യാബേജ്, ഇത് പാലക്ക്. നമ്മൾ ഓൾറെഡി ഒരു വട്ടം പറിച്ച്, ഇപ്പോൾ ആൾക്ക് വെയിൽ കുറച്ചുള്ള സ്ഥലത്ത് ഞാൻ എടുത്ത് വെച്ച് വയ്ക്കായിരുന്നു. ഇന്നാണ് ഞാൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചത്. അതിൻ്റെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്താ ചീര ചട്ടിക്കകത്തൊക്കെ നടാവുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഉണ്ടായി കുറച്ച് പറിച്ച്. ഇത് ക്യാബേജ്, എല്ലാം ക്യാബേജാണ് കേട്ടോ. എനിക്ക് ഒരെണ്ണം പോലും ബ്രോക്കോളി ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇത് ക്യാപ്സിക്കാണ് കേട്ടോ. പിന്നെ ഈ സംഭവമാണ് ഞാൻ പറഞ്ഞത്. ബാസ്ലി ആണോ അതോ ബാസ്ലി, ആ സംഭവം തന്നെ. നല്ല എന്താ മണമെന്നറിയോ, നല്ല മണമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കീഴക്കും കണ്ട കൊണ്ട് നട്ട് വെച്ചേക്കുന്ന സ്ഥലമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഫുള്ള് ചെടിയും ഇതൊക്കെയാണ് കേട്ടോ. നോക്കി ഇതൊക്കെ അറേഞ്ച് ചെയ്യണം. കാരണം എനിക്ക് പ്രാന്ത് പിടിക്കുന്ന സമയത്ത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. പിന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ കിടന്ന് ഓടണം. എനിവേ ഇവിടെ ഫുള്ള് മുളകിൻ്റെ തൈകൾ, പിന്നെ ചീരത്തൈകൾ അങ്ങനെയൊക്കെയാണ് ഈ സൈഡിൽ നിന്നല്ല ഇവിടെ ഞാൻ വെച്ചേക്കണേ. പിന്നെ അതേ പുതിന, മല്ലി ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. വളർന്നാൽ കൊള്ളാം എന്നുള്ളൊരു ഇതിലാണ്. ഇവിടെ മുളകിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുളക് തന്നെ ഉണ്ട് ഏകദേശം ഒരു 6-7 വെറൈറ്റികൾ ഉള്ള മുളകുണ്ട്. കാരണം അമ്മയ്ക്ക് മുളകിൻ്റെ ഭ്രാന്താണ്. സോ നമ്മൾ ഓരോരുത്തരും ഓരോ ഭ്രാന്ത് പിടിച്ച ആൾക്കാരായതുകൊണ്ട് ഓരോ സാധനങ്ങൾ ഇപ്പോൾ വീട്ടിലുണ്ട്. ഇത് ബറാബാട്ടാ. ഇതൊരുപാട് തപ്പിയിട്ടാണ് ഇത്രയും വലിയൊരു തൈ നമുക്ക് കിട്ടിയത്. ഏകദേശം ഒരു 1 ഇയർ 1.5 ഇയർ കഴിയുമ്പോൾ ആൾ കായ്ച്ചു തുടങ്ങും. ഇവിടെ ഞങ്ങൾക്കുള്ള ചെടികളുടെ ഏകദേശം സാധനങ്ങളൊക്കെ ഞങ്ങൾ വിളവെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ ചെടികളുണ്ട്. ഇവിടെ കുറച്ചേ ഉള്ളൂ, ടെറസിൻ്റെ മുകളിലാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ആവശ്യമുള്ളവർ പോയി വാങ്ങുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. കേട്ടോ, ഒരാൾ എത്തി ഇടക്കിടയ്ക്ക് ഇങ്ങനെ വീടെടുക്കുമ്പോൾ എത്തി വന്ന് നോക്കിയിട്ട് ഒന്നെങ്കിൽ വന്ന് നോക്കും, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻസ് പറഞ്ഞിട്ട് പോകും. ഇതാണ് പരിപാടി. ഇവിടുത്തെ മെയിൻ അമ്മയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ആള് ഇൻസ്റ്റഗ്രാം പോട്ടെ, യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറിയിരിക്കും ഇടയ്ക്ക്. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് എത്രയോ ആൾക്കാർ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നു, ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്നു, നീയും ഇരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് നമ്മൾ വീഡിയോ ഇടാൻ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ആൾ ആ ഭാഗത്തേക്ക് വരൂല. അതാണ് സത്യം. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പക്ഷെ എൻ്റെ മുഖം കാണിക്കുന്നത് ആ ടൈപ്പാണ്. അപ്പം എനിവേ വിഷുവിൻ്റെ എന്താണ് പരിപാടീസൊക്കെ ഇഷ്ടം പോലെ തേങ്ങയൊക്കെ ചുരണ്ടാനുണ്ട് മക്കളെ. ഇത് നല്ല പരിപാടിയാണ്. അപ്പോൾ എനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആവശ്യക്കാരൊക്കെ പോയി വാങ്ങുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നഷ്ടം എന്നുള്ള രീതിയിൽ വരില്ല. 100 സംതിങ് എമൗണ്ട് കൊടുക്കും. ഭയങ്കര അഫോർഡബിൾ ആണ് ആൻഡ് ഭയങ്കര വോർത്താണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. അപ്പോൾ പിന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.